Hello all, welcome to the new session on problem solving and programming in C. നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മുടെ സബ്ജക്റ്റിലെ എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാനുണ്ട് എന്നുള്ളത് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. ഇന്ന് നമ്മൾ യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യൂണിറ്റ് 1ൽ എന്തൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് നമുക്ക് നോക്കാം. പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്, ഡിസൈൻ ഓഫ് അൽഗോരിതംസ്, അനാലിസിസ് ഓഫ് അൽഗോരിതം എഫിഷ്യൻസി, അനാലിസിസ് ഓഫ് അൽഗോരിതം കോംപ്ലക്സിറ്റി, ഫ്ലോ ചാർട്ട്സ്. ഇതിൽ ഈ അനാലിസിസ് ഓഫ് അൽഗോരിതം എഫിഷ്യൻസി, കോംപ്ലക്സിറ്റി ഈ രണ്ട് ടേംസ് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാട്ടോ. കാരണം ഇത് കുറച്ചുകൂടെ നിങ്ങൾ പ്രോഗ്രാമിങ്ങും അൽഗോരിതംസും എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതത്ര കാര്യമാക്കേണ്ട, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും അത് പഠിച്ചിട്ടുണ്ടായിരിക്കണല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In this unit, we introduce you to the concept of problem solving, especially as they pertain to the computer programming. ഈ യൂണിറ്റിൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ എല്ലാവരും ഒരുപാട് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലെ. അതിന് ഒരുപാട് ഡെയിലി ലൈഫിലെ എക്സാമ്പിൾസ് നമുക്കറിയാം. നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ റിസോഴ്സസ് ആയിട്ട് എന്തൊക്കെയാണ് വരിക? നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ ക്യാഷ്, നമ്മുടെ ചിന്തകൾ അല്ലെ, നമ്മുടെ തോട്ട്സ്, ഇൻഫോർമേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെ. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റഗ്രൽ കമ്പണന്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിന്റെ ഒരു ഇന്റഗ്രൽ കമ്പണന്റ് ആണ്. അതിന് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒന്നും നമുക്ക് ഫോളോ ചെയ്യാനില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ടെക്നിക്സ്, സ്ട്രാറ്റജീസ് എല്ലാം ഉണ്ടായിരിക്കും. അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോബ്ലം ആന്റിസിപ്പേഷൻ. ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അവബോധം എന്നാണ് കേട്ടോ മീനിങ്. ഒരു പ്രോബ്ലം എന്താണ് ചെയ്യുന്നതിന് മുമ്പ്, സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോബ്ലം എന്താണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. സെക്കൻഡ് വൺ, കെയർഫുൾ പ്ലാനിങ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാനിങ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ത്രൂ ഔട്ട് അത് കഴിയുന്നത് വരെ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് വരെ എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. തേർഡ് വൺ, പ്രോപ്പർ തോട്ട് പ്രോസസ്. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു തോട്ട് പ്രോസസ് നമുക്ക് ഉണ്ടായിരിക്കും. ലോജിക്കൽ പ്രെസിഷൻ, അതിൽ ലോജിക്കൽ ടേംസിനെ കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ പ്രോബ്ലം അനാലിസിസ്. എന്താണ് അനാലിസിസ്? നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടോ എന്നതെല്ലാം ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം അനാലിസിസ് മസ്റ്റ് ആണ്, അതെന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ, പെർസിസ്റ്റൻസ് ആൻഡ് അറ്റൻഷൻ. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രം പോരാ, അതിനെ നമ്മൾ പെർസിസ്റ്റ് ചെയ്യുക കൂടെ വേണം അല്ലെ. എന്താണ് പെർസിസ്റ്റൻസ്? നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ കറക്റ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകണം. അതിനെയാണ് പെർസിസ്റ്റൻസ് ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കെയർഫുള്ളി ഫോളോ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ത്രൂ ഔട്ട് ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ലൊരു സക്സസ്ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് പ്രോബ്ലം സോൾവിങ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് പറയുന്നത്. അതിലുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ പഠിച്ചത്. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ ഈസ് എ വെരി പവർഫുൾ ടൂൾ ഫോർ സോൾവിങ് പ്രോബ്ലംസ്. കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു പവർഫുൾ ടൂൾ ആണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ മാനിപ്പുലേറ്റിംഗ് മെഷീൻ. എന്താണ് സിമ്പിൾ മാനിപ്പുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്? സിമ്പിൾസ് ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, നമ്പേഴ്സ്, നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇതിനെയെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഫോളോസ് എ സെറ്റ് ഓഫ് സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ് കാൾഡ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എന്താന്നുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ് പ്രോഗ്രാം? സെറ്റ് ഓഫ് സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതിന് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കും. ആ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എനിക്ക് 2
നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണണം, ആവറേജ് കാണണം എന്നുള്ള നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളൊരു പ്രോഗ്രാമിങ്ങിലൂടെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. ഓക്കെ, ഓൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ കളക്റ്റീവ്ലി റിഫേർഡ് ടു ആസ് എ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഈ എല്ലാ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർസ്, അല്ലെ? സോഫ്റ്റ്വെയർസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്, ഇങ്ങനെ സോഫ്റ്റ്വെയർസ് ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ്വെയർ എന്തായിരിക്കാം? നമുക്ക് നോക്കാം. ഫിസിക്കൽ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് സച്ച് ആസ് ഇലക്ട്രോണിക് സർക്യൂട്ടറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് മീഡിയ എക്സെട്ര കംസ് അണ്ടർ ഹാർഡ്വെയർ. ഹാർഡ്വെയർ ഫിസിക്കലി നമുക്ക് കാണാനോ നമുക്ക് തൊടാനോ എല്ലാം പറ്റുന്ന എക്യുപ്മെന്റ്സ്. കമ്പ്യൂട്ടറിൽ അങ്ങനെയുള്ള കുറച്ച് പാർട്സ് നമുക്കറിയാം. ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, മെമ്മറി ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഗവേൺസ് ദ ഫംഗ്ഷനിങ് ഓഫ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ ആണ് ഈ ഹാർഡ്വെയറിന്റെ ഫംഗ്ഷനിങ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മള് പ്രോഗ്രാം എന്താണ്, സോഫ്റ്റ്വെയർസ് എന്താണ്, ഹാർഡ്വെയർ എന്താണെന്നാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഴ്സ് പ്രോഗ്രാം, ഒബ്ജക്ട് പ്രോഗ്രാം, കമ്പൈലർ ഓർ ഇന്റർപ്രിറ്റർ. ജസ്റ്റ് എ മിനിറ്റ്, എനിക്ക് പെൻ ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സോഴ്സ് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ്ഡ് ടു കോഡ് എ പ്രോബ്ലം ടു ഫൈൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ഈസ് റെഫർഡ് ടു ആസ് സോഴ്സ് പ്രോഗ്രാം. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിലെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഴ്സ് പ്രോഗ്രാം എന്നത് നമ്മുടെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, യൂസർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സ് പ്രോഗ്രാം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. ഈ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒബ്ജക്ട് പ്രോഗ്രാം എന്താന്ന് നോക്കാം. ദ സോഴ്സ് പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം കാൾഡ് ഒബ്ജക്ട് പ്രോഗ്രാം. അപ്പൊ ഒബ്ജക്ട് പ്രോഗ്രാം എന്താണ്? മെഷീൻ ലാംഗ്വേജ് ആണ്, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. നമ്മുടെ സോഴ്സ് പ്രോഗ്രാം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒബ്ജക്ട് പ്രോഗ്രാം മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോഴ്സ് പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം കാൾഡ് ഒബ്ജക്ട് പ്രോഗ്രാം. ഈ നമ്മൾ എഴുതിയിട്ടുള്ള ഈ സോഴ്സ് പ്രോഗ്രാമിനെ മെഷീന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഒബ്ജക്ട് പ്രോഗ്രാം എന്തായിരിക്കും? ലോ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, ഒബ്ജക്ട് പ്രോഗ്രാം ലോ ലെവൽ ലാംഗ്വേജ് ആണ്, സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സോഴ്സ് പ്രോഗ്രാം യൂസർ ആണ് എഴുതുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമർ ആണ് എഴുതുന്നത്. അത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഒബ്ജക്ട് പ്രോഗ്രാം മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതിനൊരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. അതിനാണ് നമ്മൾ കമ്പൈലർ ഓർ ഇന്റർപ്രീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. ഈ സോഴ്സ് പ്രോഗ്രാമിൽ നിന്നും ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് കമ്പൈലർ ഓർ ഇന്റർപ്രീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ സോഴ്സ് പ്രോഗ്രാം ഇൻ ടു ദ ഒബ്ജക്ട് പ്രോഗ്രാം. അപ്പൊ ഈ ഫിഗർ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. സോഴ്സ് പ്രോഗ്രാം, ഈ സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററിനെയാണ് നമ്മൾ കമ്പൈലർ ഓർ ഇന്റർപ്രീറ്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് കമ്പൈലർ ഓർ ഇന്റർപ്രീറ്റർ. ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ സോഴ്സ് പ്രോഗ്രാം ഇൻ ടു ദ മെഷീൻ പ്രോഗ്രാം. ഇവിടെയാണ് കമ്പൈലേഷൻ ഓർ ഇന്റർപ്രിറ്റേഷൻ ഫേസ് വരുന്നത്. ഇവിടെയാണ് സോഴ്സ് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ കറക്റ്റ് ഫോർമാറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുന്നുണ്ട്. അതിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ഫോർമാറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുന്നത് ഈ ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ദെൻ അതിൽ എറർ ഒന്നും ഇല്ലെങ്കിൽ ഈ സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഒബ്ജക്ട് പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ടു പെർഫോം കാൽക്കുലേഷൻ. നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാം കാൽക്കുലേഷൻ ചെയ്യാൻ തുടങ്ങും. ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് എക്സിക്യൂഷൻ ഫേസ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ എക്സിക്യൂഷൻ ഫേസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ആ പ്രോഗ്രാമില് ഡാറ്റ ഇഫ് റിക്വയർഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാമിൽ ഡാറ്റ എന്തെങ്കിലും കൊടുക്കണം, എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ ആ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്തിട്ടാണ്
നമുക്ക് ഔട്ട്പുട്ട്, നമ്മുടെ റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഈ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കണം. സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലർ ഓർ ഇന്റർപ്രിറ്റർ, ഇതാണ് ഇന്റർപ്രിറ്റേഷൻ ഫേസ്. കമ്പൈലർ ഓർ ഇന്റർപ്രിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിൽ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത ഒബ്ജക്ട് പ്രോഗ്രാമില് ഡാറ്റ എന്തെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്താന്ന് പഠിച്ചു, ഒബ്ജക്ട് പ്രോഗ്രാം എന്താന്ന് പറഞ്ഞു, കമ്പൈലർ ഓർ ഇന്റർപ്രിറ്റർ പഠിച്ചു. നെക്സ്റ്റ്, പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്. പ്രോബ്ലം സോൾവിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിയേറ്റീവ് പ്രോസസ്. അപ്പൊ നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സിന് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോബ്ലം ഡെഫിനിഷൻ ഫേസ്. അപ്പൊ സക്സസ്ഫുള്ളി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആദ്യം ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു പ്രോബ്ലം ഡെഫിനിഷൻ ഫേസിൽ മെയിൻലി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എംഫസൈസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ്? വാട്ട് മസ്റ്റ് ബി ഡൺ, എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്. ആൻഡ് ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരു പ്രോബ്ലം ഡെഫിനിഷൻ ഫേസിൽ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്, എന്താണ് ഈ പ്രോബ്ലം, എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ എ പ്രോബ്ലം. നമ്മളൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് വേസിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെ? അതിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് അഡാപ്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു പാത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. തേർഡ് വൺ, ദ യൂസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ്. ഇവിടെ ഒരു ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ആണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ഫോർത്ത്, സിമിലാരിറ്റീസ് എമംഗ് പ്രോബ്ലംസ്. ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നമ്മൾ അതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ എക്സാമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ആ പ്രോബ്ലം എന്തായിരുന്നു, ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നതിന് ശേഷം ആ പ്രോബ്ലം എങ്ങനെയാണ് എന്നുള്ള ആ ഒരു അതുമായിട്ട് എന്തെങ്കിലും സിമിലർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു കറന്റ് പ്രോബ്ലം പാസ്റ്റ് പ്രോബ്ലം തമ്മിലുള്ള സിമിലാരിറ്റി ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് വൺ, വർക്കിംഗ് ബാക്ക്വേർഡ്സ് ഫ്രം ദ സൊല്യൂഷൻ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല, നമുക്ക് നമ്മുടെ ഒരു റിസൾട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റെപ്സ്. നെക്സ്റ്റ്, യൂസിങ് കമ്പ്യൂട്ടർ ആസ് എ പ്രോബ്ലം സോൾവിംഗ് ടൂൾ. കമ്പ്യൂട്ടേഴ്സ് ആർ വെരി പവർഫുൾ ജനറൽ പർപ്പസ് ടൂൾ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെക്കാൾ നമുക്ക് ചിലപ്പോൾ കോംപ്ലക്സ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് കുറഞ്ഞ എഫേർട്ടിൽ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ തരാൻ നമുക്ക് കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പ്രോഗ്രാം എഫിഷ്യന്റ് ആവാന്, എറർ ഫ്രീ ആയിരിക്കാൻ, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന് നമ്മൾ അതിനെ കെയർഫുള്ളി ഡിസൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ള സ്റ്റെപ്സ് ആണ് ഡെവലപ്പ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ അൽഗോരിതം ഡിസൈൻ ചെയ്യണം, അതിന്റെ ഫ്ലോ ചാർട്ട് ഡിസൈൻ ചെയ്യണം. റൈറ്റ് ദ പ്രോഗ്രാം ഇൻടു എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അതിനെ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എഴുതണം. ഫോർ എക്സാമ്പിൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മൾ സി ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എഴുതിയ അൽഗോരിതത്തിനെ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് എഴുതണം. ദെൻ തേർഡ് വൺ, എന്റർ ദ പ്രോഗ്രാം യൂസിങ് സം എഡിറ്റർ. നമ്മൾ എഴുതിയ ആ പ്രോഗ്രാമിനെ ഏതെങ്കിലും ഒരു എഡിറ്ററിലേക്ക് നമ്മൾ എഴുതണം. ഇപ്പൊ നമ്മുടെ സിന്റെ IDE ആയിട്ട് ടർബോ സി ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ എവിടെയാണോ കമ്പ്യൂട്ടറിൽ നമുക്ക്
നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ടെസ്റ്റ് ആൻഡ് ഡീബഗ് ദ പ്രോഗ്രാം. അതിനെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ? ബഗ്സ് എന്ന് വെച്ചാൽ എറേഴ്സ് ആണ് കേട്ടോ. അല്ല എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ആൻഡ് ഡീബഗ് ദ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ, റൺ ദ പ്രോഗ്രാം. പ്രോഗ്രാം റൺ ചെയ്യണം. അല്ലെ എന്തെങ്കിലും ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇൻപുട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ ഓഫ് അൽഗോരിതം. അപ്പോ അൽഗോരിതം ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിസൈൻ ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. An algorithm is a finite set of steps defining the solution of a particular problem. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇതിങ്ങനെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എങ്ങനെയാണ് നമ്മൾ അൽഗോരിതം എഴുതാറുള്ളത് കേട്ടോ. അപ്പൊ അൽഗോരിതത്തിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് അൽഗോരിതം. ഫസ്റ്റ് വൺ, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. ഒരു അൽഗോരിതം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ആ പ്രോബ്ലം എന്നതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഫസ്റ്റ് ഫീച്ചർ അതാണ് കേട്ടോ. സെക്കൻഡ് വൺ, യൂസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫങ്ഷൻസ് ടു എംഫസൈസ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ. മോഡുലാരിറ്റി. മോഡുലാരിറ്റി മീൻസ് മൊഡ്യൂൾസ് ആക്കുക. ഒരു പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലം ആക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു ടാസ്കിനെ സബ് ടാസ്ക് ആയിട്ട് മാറ്റുക. ഇതിനെയൊക്കെയാണ് നമ്മൾ മോഡ്യൂലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രോബ്ലം ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും റീയൂസ് ചെയ്യുന്നതിനും ഒരു പ്രോബ്ലത്തിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് ഒക്കെ വേണ്ടിയിട്ടാണ്, ഈസിലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൊഡ്യൂൾസ് ആക്കിയിട്ട് മാറ്റാറുള്ളത്. അതുപോലെ ഫങ്ഷൻസ് എന്നാണ് ബ്രേക്കിംഗ് ഡൗൺ എ പ്രോഗ്രാം ഇൻടു സ്മോളർ ഇൻഡിപെൻഡന്റ് ബ്ലോക്ക് ഓഫ് കോഡ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ, ഒരു പ്രോഗ്രാമിനെ സ്മോൾ കോഡുകൾ ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ചോയ്സ് ഓഫ് വേരിയബിൾ നെയിംസ്. വേരിയബിളിന് നമ്മൾ നെയിംസ് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോ ഇൻഡ് എ, ഇൻഡ് എക്സ് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഈ എ എന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ നെയിം. വേരിയബിൾ എന്താണ്? വേരിയബിൾ ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റോറേജ് ലൊക്കേഷൻ. സ്റ്റോറേജ് ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് ഒരു എക്സാമ്പിൾ കൊടുത്താണ് ഇൻഡ് എ അല്ലെങ്കിൽ ഇൻഡ് എക്സ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേരിയബിളിന് നെയിം കൊടുക്കാം. ലാസ്റ്റ് വൺ, ഡോക്യുമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഒരു അൽഗോരിതത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം, യൂസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫങ്ഷൻസ് ടു എംഫസൈസ് മോഡുലാരിറ്റി, ചോയ്സ് ഓഫ് വേരിയബിൾ നെയിംസ് കൊടുക്കുക, ഡോക്യുമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാം. നെക്സ്റ്റ്, ക്രൈറ്റീരിയ ടു ബി ഫോളോ ഔട്ട് ബൈ ആൻ അൽഗോരിതം. അൽഗോരിതത്തിലുള്ള ക്രൈറ്റീരിയാസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻപുട്ട്. There should be 0 or more values which are to be supplied. ഇൻപുട്ട് ചെയ്യേണ്ടത് 0 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. എന്നാൽ ഔട്ട്പുട്ടോ അറ്റ്ലീസ്റ്റ് 1 റിസൾട്ട്, ഒരു റിസൾട്ട് എങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇൻപുട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, ഔട്ട്പുട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റിസൾട്ട് എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. Then definiteness. Each step must be clear and unambiguous. Unambiguous എന്ന് പറഞ്ഞാല് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കരുത്. അത് വളരെയധികം വ്യക്തത ഉണ്ടായിരിക്കണം നമുക്ക് അതില്. ഓരോ സ്റ്റെപ്പും വളരെയധികം ക്ലിയർ ആയിരിക്കണം, unambiguous ആയിരിക്കണം. Finiteness. If we trace the steps of an algorithm, then for all cases the algorithm must terminate after a finite number of steps. ഒരു അൽഗോരിതത്തിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം. Then effectiveness. Each step must be sufficiently basic that a person using only paper and pencil can in principle carry it out. In addition, not only each step is definite, it must also be feasible. Each step of an algorithm അത് കറക്റ്റ് ആവണം, എഫിഷ്യന്റ് ആവണം, ക്ലിയർ ആവണം, ഈസിലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് അൽഗോരിതത്തിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അൽഗോരിതത്തിലെ
ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. ഇൻപുട്ട് ചെയ്യേണ്ടത് 0 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഔട്ട്പുട്ട് അറ്റ്ലീസ്റ്റ് ഒരു റിസൾട്ട് എങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ഡെഫിനിറ്റ്നെസ് അത് ഓരോ സ്റ്റെപ്പും അൽഗോരിതത്തിലെ ഈച്ച് സ്റ്റെപ്പ് മസ്റ്റ് ബി ക്ലിയർ ആയിരിക്കണം, അനാംബിഗസ് ആയിരിക്കണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എഫക്റ്റീവ്നെസ് അൽഗോരിതം കറക്റ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, എഫിഷ്യന്റ് ആവണം, ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അൽഗോരിതത്തിൻസ് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിള്, ട്രൈ ടു ഡെവലപ്പ് ആൻ അൽഗോരിതം ടു കമ്പ്യൂട്ട് ആൻഡ് ഡിസ്പ്ലേ ദ സം ഓഫ് ടു നമ്പേഴ്സ്. അൽഗോരിതം എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിള്, ഡെവലപ്പ് ആൻ അൽഗോരിതം ടു കമ്പ്യൂട്ട് ആൻഡ് ഡിസ്പ്ലേ ദ സം ഓഫ് ടു നമ്പേഴ്സ്. ടു നമ്പേഴ്സിന്റെ സമ്മ് കണ്ടിട്ട് അത് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 ഇവിടെ 1 2 3 എന്നാണ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയലിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ എഴുതി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് എന്ന് കൊടുക്കുക, നമ്മളൊരു അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. ദെൻ സ്റ്റെപ്പ് 2 റീഡ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി. നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ സം ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റീഡ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി, അല്ലെങ്കിൽ ഇൻപുട്ട് ടു നമ്പേഴ്സ് എ ആൻഡ് ബി. നമ്മൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്തു. ദെൻ തേർഡ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് എ ആൻഡ് ബി ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ സം. ഇതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. എ പ്ലസ് ബി അതാണ് സമ്മ് വരിക. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? സം എന്നുള്ള ഒരു വേരിയബിളില് അത് സ്റ്റോർ ചെയ്യാം. ഓക്കെ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് 4 വരുന്നത് ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് സം. ഈ സം എന്നുള്ള വേരിയബിളിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് വാല്യൂ കിട്ടി. ദെൻ സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. നമ്മുടെ അൽഗോരിതം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ എൻഡ് എന്നും കൊടുക്കാട്ടോ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള അൽഗോരിതമാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടിട്ട് അത് ഡിസ്പ്ലേ ചെയ്യണം. അതിപ്പോ സ്റ്റെപ്പ് 1 വരുന്നത് സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ഇൻപുട്ട് ചെയ്യുക. രണ്ട് നമ്പേഴ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. എ ആൻഡ് ബി എന്നുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്തു. സ്റ്റെപ്പ് 3 വരുന്നത് ഈ രണ്ട് നമ്പറും ആഡ് ചെയ്യണം. അതിന്റെ സമ്മ് കണ്ടിട്ട് അത് സം എന്നുള്ള ഒരു വേരിയബിളിൽ അതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യണം. ദെൻ സ്റ്റെപ്പ് 4 വരുന്നത് ആ വാല്യൂ സം എന്നുള്ള വേരിയബിളിലുള്ള ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. സ്റ്റെപ്പ് 5 വരുന്നത് സ്റ്റോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ അൽഗോരിതം എൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ട്രൈ ടു ഡെവലപ്പ് ആൻ അൽഗോരിതം ടു കമ്പ്യൂട്ട് ആൻഡ് പ്രിന്റ് ദ ആവറേജ് ഓഫ് സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ്. കമ്പ്യൂട്ട് ആൻഡ് പ്രിന്റ് ദ ആവറേജ് ഓഫ് സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് സെറ്റ് ദ സം ഓഫ് ഡാറ്റ വാല്യൂസ് ആൻഡ് ദ കൗണ്ട് ടു 0. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് വേണം. നമ്മുടെ ഡാറ്റ വാല്യൂസ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 1 2 3 4 ഈ 4 വാല്യൂസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ്. അതോടൊപ്പം എന്താ പറയുന്നത്? കൗണ്ട് ടു 0. കൗണ്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ കൗണ്ട് 0 എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3, ആസ് ലോങ് ആസ് ദി ഡാറ്റ വാല്യൂസ് എക്സിസ്റ്റ് ആഡ് ദ നെക്സ്റ്റ് ഡാറ്റ വാല്യൂ ടു ദ സം ആൻഡ് ആഡ് ടു ദ കൗണ്ട്. ഓരോ ഡാറ്റ വാല്യൂസും ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. കൗണ്ട് 0 എന്നുള്ളത് 1 ആവും. അപ്പോൾ ഒരു 1 എന്നുള്ള ഒരു ഡാറ്റ വാല്യൂ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൗണ്ട് എന്തായിട്ട് 0 എന്നുള്ളത് 1 ആവും. ദെൻ 2 എന്നുള്ള ഒരു വാല്യൂ നമുക്കുണ്ട്, അപ്പോ ഈ 1 ഉള്ളത് കൗണ്ട് 2 ആയിട്ട് മാറും. ദെൻ അതോടുകൂടി 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ട് 2 എന്നുള്ളത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് 1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് 3 ആയിട്ട് മാറും. ദെൻ ലാസ്റ്റ് ഡാറ്റ വാല്യൂ 4 വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ട് 4 എന്നുള്ളത് 1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് കൗണ്ട് 4. അപ്പൊ നമുക്ക് കൗണ്ട് 4 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ടു കമ്പ്യൂട്ട് ദ ആവറേജ്. എങ്ങനെയാണ് ആവറേജ് ആണ് എല്ലാവർക്കും അറിയാം. ആവറേജ് നമ്മുടെ എത്രയാണോ നമ്മുടെ ടോട്ടൽ വാല്യൂ, അതിനെ എത്രയാണോ നമ്മുടെ കയ്യിലുള്ള നമ്പർ അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് കാണുന്നത്. ഇവിടെ കമ്പ്യൂട്ട് ആവറേജ് ഡിവൈഡ് സം ബൈ കൗണ്ട്. സം ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ് ആവറേജ്. ഓക്കെ. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഡിസ്പ്ലേ ദ ആവറേജ്. ആവറേജ് ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതം എഴുതാറുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ആവറേജ് സം ഡിവൈഡഡ് ബൈ കൗണ്ട്. കൗണ്ട് 4 എന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ സമ്മ് വരിക 1 + 2 + 3 + 4 10 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇതിന്റെ ആവറേജ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട്
ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആവറേജ് കാണുന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അൽഗോരിതം ഡിസൈൻ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ സം ഓഫ് ഡാറ്റ വാല്യൂസ് കൗണ്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പിൽ ഓരോ ഡാറ്റ വാല്യൂം എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ എത്ര ഡാറ്റ വാല്യൂ ആണോ ഉള്ളത് അത്രയും കൗണ്ട് നമുക്ക് വരും. അപ്പോൾ ദെൻ കമ്പ്യൂട്ട് ആവറേജ് കമ്പ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ദ സം ബൈ കൗണ്ട്. സം ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ് വരിക. ദെൻ ഫിഫ്ത് സ്റ്റെപ്പിൽ ഡിസ്പ്ലേ ദ ആവറേജ്. റൈറ്റ് ആൻ അൽഗോരിതം ടു കാൽക്കുലേറ്റ് ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം ആണ് എഴുതുന്നത്. ആ പ്രോഗ്രാമിന്റെ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഫാക്ടോറിയൽ എന്ന് അറിയണം നമുക്ക്. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് 6 എന്നുള്ള ഒരു നമ്പറാണ്. അപ്പൊ ഈ 6 ഫാക്ടോറിയൽ കാണാനാണ് ഈ പ്രോഗ്രാം. നമുക്ക് 6 ഫാക്ടോറിയൽ കാണണം. എന്താണ് 6 ഫാക്ടോറിയൽ? 6 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് 6 ഫാക്ടോറിയൽ. 1 into 2 into 3 into 4 into 5 into 6 അപ്പോ 720 വരും. ഇതാണ് 6 ഫാക്ടോറിയൽ വരിക. ഇങ്ങനെ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 റീഡ് n. നമ്മളിവിടെ n ആയിട്ട് എടുത്തിട്ടുള്ള എന്താണ് 6 ആണ്. അപ്പൊ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഈ 6ന്റെ ഫാക്ടോറിയൽ ആണ് നമുക്ക് കാണേണ്ടത്. സ്റ്റെപ്പ് 3 ഡിക്ലറേഷൻ ആണ്. I1 എന്ന് ഡിക്ലെയർ ചെയ്തു, ഫാക്ട് 1 എന്നും ഡിക്ലെയർ ചെയ്തു. രണ്ട് ഡിക്ലറേഷൻ ആണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പില് ഫാക്ട് ഈസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ. ഫിഫ്ത്ത് സ്റ്റെപ്പില് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. സിക്സ്ത് സ്റ്റെപ്പില് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. നമ്മൾ കൊടുത്തിട്ടുള്ള ഐ ഈ n എന്താണ് 6 ആണ്. 6നേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 4. നമ്മൾ വീണ്ടും ഈ സ്റ്റെപ്പ് 4ലേക്ക് റിട്ടേൺ ചെയ്യണം. ദെൻ 7th സ്റ്റെപ്പ് പ്രിന്റ് ഫാക്ട്. 8th സ്റ്റെപ്പ് സ്റ്റോപ്പ്. അപ്പൊ ഇതിന്റെ ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ n is equal to n 6 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 ഫാക്ടോറിയൽ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐ എന്നുള്ളത് 1 ആണ്, ഫാക്ട് 1 ആണ്. ഫാക്ട് എന്താണ്? ഫാക്ട് ഇൻറ്റു ഐ ആണ്. അപ്പൊ ഫാക്ട് ഓൾറെഡി ഇവിടെ ഫാക്ട് 1 ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 1 ഇൻറ്റു 1, ഫാക്ട് ഇൻറ്റു ഐ എന്താണ്? ഐയും 1 ആണ്. അപ്പോ 1 ഇൻറ്റു 1, അപ്പോ 1 എന്ന് കിട്ടി. ഓക്കെ, ഐ എന്താണ്? ഐ പ്ലസ് 1. ഐ 1 ആണ്, ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 1 ആണ്. അപ്പോ ഐ പ്ലസ് 1, 1 പ്ലസ് 1 ഐ 2 എന്ന് കിട്ടി. ദെൻ ഈ 2 നമ്മുടെ കണ്ടീഷനിൽ കൊടുക്കണം. ഇതാണ് നമ്മളെ കണ്ടീഷന്. ഇതാണ് നമ്മുടെ കണ്ടീഷന്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഐ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ആണ്. ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണോ? ആണല്ലേ? അപ്പൊ അത് കറക്റ്റ് ആണ്. അതുകൊണ്ട് ഫാക്ട് 1 ഇൻറ്റു 2, ഫാക്ട് ഇൻറ്റു ഐ ആണ് ഫാക്ട് വരുന്നത്. അപ്പോ 1 ഇൻറ്റു 2, അപ്പൊ എന്ത് വരും? 2 എന്ന് വരും. ദെൻ ഐ കാണണം. ഐ പ്ലസ് 1, ഐ നേരത്തെ കിട്ടിയ ഐ ഇവിടെ 2 ആണ്. അപ്പോ 2 പ്ലസ് 1 3 എന്ന് കിട്ടി. ഈ 3 കണ്ടീഷനിൽ വീണ്ടും കൊടുക്കുന്നു. അവിടെ 6th സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ദെൻ അത് ലെസ് ദാൻ ആണെങ്കിൽ, n-നേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ 4th സ്റ്റെപ്പിലേക്ക് വീണ്ടും പോകണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫാക്ട് ചെയ്യണം, ഐ ചെയ്യണം. അങ്ങനെയാണ് ഈ 2 ലെസ് ദാൻ 6 ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് 4ലേക്ക് നമ്മൾ വീണ്ടും എത്തി. അപ്പൊ ഫാക്ട് ചെയ്യുന്നു. ഫാക്ട് എന്താണ്? 1 ഇൻറ്റു 2 2 അല്ലെ? ഐ എന്ത് വരും? ഐ 2 പ്ലസ് 1 വരും. 1 ഇൻക്രിമെന്റ് ചെയ്യണം ഐ, അപ്പോ 3 ആണ്. ഈ 3 6നേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ആണോ നോക്കുക. 6നേക്കാൾ ചെറുതല്ലേ 3? അപ്പൊ ആ കണ്ടീഷനും ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഈ 4th സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യണം? ഫാക്ട് ചെയ്യണം, ഐ ചെയ്യണം. ഫാക്ട് എന്താണ്? 2 ഫാക്ട് ഇൻറ്റു ഐ, 2 ഇൻറ്റു 3 6 വരും. ഐ 3 പ്ലസ് 1 4 വരും. ഓക്കെ, അപ്പൊ ഈ 4 ഇവിടെ 6 ആണ് കേട്ടോ. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. നമുക്കറിയാം 4 6നേക്കാൾ ചെറുതാണ്. ദെൻ വീണ്ടും 4th സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ ഫാക്ട് 6 ഇൻറ്റു 4 24 വരും. നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ള ഫാക്ട് ഐയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 24 വരും. ഐ 4 പ്ലസ് 1 5 വരും. ദെൻ
5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണോ? ആണ്. അതും ട്രൂ ആണ്. ഈ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ വീണ്ടും ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകുന്നു, ഫാക്ട് ചെയ്യുന്നു. 24 into 5 120, i 5 plus 1 6 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, അത് കറക്റ്റ് ആണോ? അല്ലേ? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ആണ്, 6 ആയിട്ട് ഈക്വൽ ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷനും ട്രൂ ആണ്. ദെൻ വീണ്ടും സ്റ്റെപ്പ് 4ലേക്ക് തന്നെ ഈ ഒരു സ്റ്റെപ്പ് 4 ചെയ്യും, ഐയും ചെയ്യും. അപ്പോ ഫാക്ട് ഈസ് ഈക്വൽ ടു 120 into 6. ഇവിടെ 120 into 6. അപ്പോ എത്രയാണ്? 720 കിട്ടി. ഐ 6 plus 1 7 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണോ? ആണോ? അല്ല. ആ കണ്ടീഷന് ഫോൾസ് ആണ്. ഇതുവരെയുള്ള കണ്ടീഷൻസ് ഒക്കെ ട്രൂ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് തന്നെ റിട്ടേൺ ചെയ്തത്. ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് 4ലേക്ക് പോവേണ്ട ആവശ്യമില്ല. പ്രിന്റ് ഫാക്ട്, ഫാക്ട് പ്രിന്റ് ചെയ്യാം. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയ ഫാക്ട്? എന്താണ്? 720. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫാക്ടോറിയൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത അൽഗോരിതം നോക്കാം. ഓക്കെ, റൈറ്റ് ആൻ അൽഗോരിതം ടു ചെക്ക് ദാറ്റ് വെദർ ദ ഗിവൺ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. ഒരു നമ്മൾ തന്നിരിക്കുന്ന ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ പ്രൈം നമ്പർ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് പ്രൈം നമ്പർ എന്ന് അറിയണം അല്ലെ? പ്രൈം നമ്പർ എന്താണ്? ആ ഒരു സംഖ്യയും 1ഉം മാത്രമേ അതുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കുള്ളൂ. ഇപ്പൊ പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് 2, 3, 5, 7, 9. 2ന് 1 into 2 എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3ക്കോ 1 into 3, 5ന് 1 into 5, 7ന് 1 into 7, 9ന് 1 into 9. ഈ ഒരു സംഖ്യ മാത്രമേ അതിൽ ഡിവിസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു വാല്യൂ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നോക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് റീഡ് നമ്പർ n. നമ്മളൊരു n എന്നുള്ളൊരു നമ്മളൊരു വാല്യൂ കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 എന്നുള്ള വാല്യൂ പ്രൈം ആണോ അല്ലയോ എന്ന് നോക്കുകയാണ്. സ്റ്റെപ്പ് 3 ഇനീഷ്യലൈസ് കൗണ്ട് ഈക്വൽ ടു 0, i ഈക്വൽ ടു 1. കൗണ്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യണം, i 1 ആയിട്ടും സെറ്റ് ചെയ്യണം. ഇതാ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൗണ്ട് 0, i 1 ആയിട്ടും സെറ്റ് ചെയ്തു. നമ്മുടെ നമ്പർ എന്താണ്? 4 ആണ് കേട്ടോ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് റിപ്പീറ്റ് സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 അണ്ടിൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെയും ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 6. ഈ സ്റ്റെപ്പ് 5 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതുവരെ ഈ സ്റ്റെപ്പ് 5 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 6. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 6ലേക്ക് പോവാം. എന്നാണ് സ്റ്റെപ്പ് 6. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് 5ൽ എന്താ പറയുന്നത് നോക്കണം. അതാണ് സ്റ്റെപ്പ് 4ൽ കൊടുത്തിട്ടുള്ളത്. അതാണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 5ൽ എന്താണ് പറയുന്നത് നോക്കണം. ഡിവൈഡ് n ബൈ i. n എന്താണ്? 4. 4 ബൈ i എന്താണ്? 1. അപ്പോ 4 ഡിവൈഡഡ് ബൈ i ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ, ഈ റിമൈൻഡർ ഈസ് 0. റിമൈൻഡർ നമുക്ക് 0 വന്നു കഴിഞ്ഞാൽ എന്താണ് റിമൈൻഡർ? എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറയാം. നമ്മളിപ്പോ ഈ 10നെ ഇങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? റിമൈൻഡർ 0 ആണ് കിട്ടുന്നത് അല്ലെ? ഇങ്ങനെ റിമൈൻഡർ 0 വന്നാൽ ഇൻക്രിമെന്റ് കൗണ്ട് ബൈ 1. ഈ 0 ആണ് റിമൈൻഡർ വരുന്നത് ഉണ്ടെങ്കിൽ നമ്മുടെ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ കൊടുത്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള i 1 ഇൻക്രിമെന്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കൗണ്ട് 0 എന്നും i 1 എന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യണം, i 1 ഇൻക്രിമെന്റ് ചെയ്യണം. ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 4. ഇത് വീണ്ടും സ്റ്റെപ്പ് 4ലേക്ക് പോയിട്ട് ഇത് ഏത് വരെ ചെയ്യണം? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4നേക്കാൾ ചെറുതാണ് 1. അപ്പൊ നമ്മൾ 4 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യണം. കൗണ്ട് നമ്മൾ 0 ഉള്ളത് 0 ആയിരുന്നു നമ്മൾ ആദ്യം കൗണ്ട് കൊടുത്തിരുന്നത്, അത് 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. i 1 ആയിരുന്നു കൊടുത്തിരുന്നത്, അത് 2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു.
ദെൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കാം അല്ലെ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ കേട്ടോ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോ ഐ ഇവിടെ 2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തപ്പോ ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അത് കറക്റ്റ് ആണ് അല്ലെ, കറക്റ്റ് ആണ്, കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പോ ഈ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 0 ആണ് കിട്ടുന്നത്. 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു. 1 എന്നുള്ളത് 2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. ഐ 2 എന്നുള്ളത് 3 ആയിട്ടും നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. ഈ ഐ ലെസ് ദാൻ, ഈ ഐ എന്താണ്? 3 ആണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? ആണ്. ഈ ഒരു കണ്ടീഷനും കറക്റ്റ് ആണ്. അപ്പോ 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്യട്ടോ റിമൈൻഡർ കാണുന്നതിന് വേണ്ടിയിട്ട്. 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 അല്ല കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത്. അപ്പൊ 1 കിട്ടുമ്പോ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. റിമൈൻഡർ 0 കിട്ടുമ്പോഴാണ് നമ്മൾ കൗണ്ട് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 1 ആണ് റിമൈൻഡർ കിട്ടിയത്. അപ്പൊ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ട. കൗണ്ട് എന്താണ്? നേരത്തെയുള്ള 2 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഐ ഇൻക്രിമെന്റ് ചെയ്യണം. ഐ 3 എന്നുള്ളത് 4 ആയിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അത് കറക്റ്റ് അല്ലേ? 4 ഈക്വൽ ടു 4 ആണല്ലോ. ദെൻ 4 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ കൗണ്ട് നമ്മൾ 3 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. ഐ 4 എന്നുള്ളത് 5 ആയിട്ടും ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ ഈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? അല്ല. നമ്മുടെ ഈ കണ്ടീഷൻ ഫാൾസ് ആയി. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തണം കൗണ്ട്. ദെൻ സ്റ്റെപ്പ് 6 എന്താ പറയുന്നത്? ഇഫ് കൗണ്ട് ഈസ് ഈക്വൽ ടു 2 ദെൻ പ്രിന്റ് n ഈസ് എ പ്രൈം നമ്പർ. കൗണ്ട് ഇവിടെ 2 ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അല്ല. കൗണ്ട് എത്രയാണ്? കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ആണ്. കൗണ്ട് 3 ആണ്. അപ്പോ കൗണ്ട് 2 ആണെങ്കിൽ പ്രിന്റ് n ഈസ് എ പ്രൈം നമ്പർ. നമ്മൾ കൊടുത്ത നമ്പർ ഒരു പ്രൈം നമ്പർ ആണ്. നമ്മൾ കൊടുത്ത നമ്പറിന്റെ കൗണ്ട് നമുക്ക് ഇവിടെ ലാസ്റ്റ് എത്രയാ കിട്ടിയത്? 3 ആണ്. അപ്പൊ അതൊരു പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പൊ ഗോ ടു സ്റ്റെപ്പ് 8. ഇത് പ്രൈം നമ്പർ ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 8ലേക്ക് പോകണം. അല്ലെങ്കിൽ സ്റ്റെപ്പ് 7ൽ എന്താ പറയുന്നത്? ഡിസ്പ്ലേ n ഈസ് എ നോട്ട് എ പ്രൈം നമ്പർ. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ 4 എന്നുള്ള വാല്യൂ ഒരു പ്രൈം നമ്പർ അല്ല. എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് അൽഗോരിതംസ് എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് അതൊന്ന് കണ്ടു നോക്കുക, എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കുക, മെറ്റീരിയൽ നന്നായിട്ട് റീഡ് ചെയ്യുക. ഇനി മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഡൗൺ ഡിസൈൻ. The process of repeatedly breaking a task down into a subtask. നമ്മൾ ഒരു ടാസ്കിനെ സബ് ടാസ്ക് ആക്കി മാറ്റുന്നതിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ് പ്രോബ്ലം ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ടാസ്ക് സബ് ടാസ്കുകളാക്കി മാറ്റുക. ഇതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അപ്പൊ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഒരു കോംപ്ലക്സ് ഓർ ലാർജ് പ്രോബ്ലം, ഒരു വലിയ പ്രോബ്ലം ആണ്. അതിന് നമ്മൾ ഒരുപാട് സബ് ടാസ്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ. n നമ്പർ ഓഫ് സബ് ടാസ്ക് ആക്കിയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ സബ് പ്രോബ്ലംസ് പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമുക്ക് സൊല്യൂഷൻസ് കിട്ടുന്നത്. ഇതെല്ലാം പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിന്റെ കോംപ്ലക്സ് സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈച്ച് സബ് ടാസ്ക് ഇൻടു സ്മോളർ സബ് ടാസ്ക്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് സബ് ടാസ്ക് ഇൻടു സ്മോളർ സബ് ടാസ്ക് മസ്റ്റ് കണ്ടിന്യൂ അണ്ടിൽ ദ സബ് പ്രോബ്ലം ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ആസ് ദ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്. ഈ ഓരോ പ്രോബ്ലം സബ് പ്രോബ്ലം ആക്കി മാറ്റിയിട്ട് ഓരോ സബ് പ്രോബ്ലം നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു കോംപ്ലക്സ് സൊല്യൂഷൻ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്? പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യുന്നതിനാണ്. കോംപ്ലക്സ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ഒരു ക്ലാരിറ്റി, ഇതെല്ലാം എൻഷുർ ചെയ്യുന്നതിനാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിന്റെ ഒരു ബെറ്റർ ഫ്ലെക്സിബിലിറ്റി, റീയൂസബിലിറ്റി ഇതെല്ലാം എൻഷുർ ചെയ്യുന്നതിന് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ടോപ്പിക് വരുന്നത് അനാലിസിസ് ഓഫ് അൽഗോരിതം എഫിഷ്യൻസി. അനാലിസിസ് ഓഫ് അൽഗോരിതം എഫിഷ്യൻസി ഇൻവോൾവ്സ് ഇവാലുവേറ്റിംഗ് ആൻ അൽഗോരിതം പെർഫോമൻസ്. ഒരു അൽഗോരിതം എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻ.
ഈ ടേംസ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾ പ്രോഗ്രാം പഠിച്ചിട്ടില്ല. അവിടെ കുറച്ച് പ്രോഗ്രാം കോഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഈ PPT-യിലുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻ എന്ന് നോക്കാം. ഒരു പെർട്ടിക്കുലർ കാൽക്കുലേഷനെ ഒരു ലൂപ്പിൽ റിപ്പീറ്റഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് പ്രോഗ്രാം കോഡില് ഇത് റിപ്പീറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രോഗ്രാമില് കോഡ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിന് പകരം ആ സെയിം കാൽക്കുലേഷൻ മറ്റൊരു വേരിയബിളിലേക്ക് മാറ്റിയതിനു ശേഷം ആ വേരിയബിള് ഈ ലൂപ്പിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സെയിം സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് പ്രോഗ്രാം കോഡില് A സ്റ്റാർ എന്നുള്ളത് ഈ D എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ B സ്റ്റാർ എന്നുള്ളത് E എന്ന വേരിയബിളിലേക്കും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? y is equal to ഇത്രയും എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? D എന്നിവിടെ കൊടുത്തു. എഴുതുന്നതിന് പകരം നമ്മളിവിടെ E എന്നും കൊടുത്തു. മനസ്സിലായോ? അതായത് റിഡൻഡന്റ് ആയ കമ്പ്യൂട്ടേഷൻസ് ലൂപ്പിൽ കൊടുക്കുമ്പോൾ അത് സിംഗിൾ വേരിയബിൾ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെഫറൻസിങ് അറേ എലമെന്റ്സ്. ഒരു അറേയിലുള്ള മാക്സിമം വാല്യൂ കാണുന്നതിനുള്ള പ്രോഗ്രാം 2 വേർഷനിലായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. വേർഷൻ 1, വേർഷൻ 2. ഈ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട, കാരണം നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ PPT-യിലുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലെ ഡിഫറൻസ് എന്താന്ന് വെച്ചാല് സെക്കൻഡ് വേർഷനിൽ ഒരു വേരിയബിൾ എടുത്തിട്ട് ആ വേരിയബിളിലേക്ക് ഈ അറേയിലുള്ള ഫസ്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മാക്സ് എന്ന വേരിയബിൾ വെച്ച് മറ്റുള്ള അറേ വേരിയബിൾസ് കമ്പയർ ചെയ്യുക. ഇവിടെ മാക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്. അങ്ങനെ ഓരോ വാല്യൂസും കമ്പയർ ചെയ്യുമ്പോൾ അതിലെ വലിയ വാല്യൂ ആയിരിക്കും മാക്സിലേക്ക് എടുക്കുക. ഇങ്ങനെ മാക്സ് എന്ന എക്സ്ട്രാ വേരിയബിൾ വെച്ചിട്ടാണ് സെക്കൻഡ് വേർഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേർഷന് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. എന്നാൽ ഫസ്റ്റ് വേർഷനിൽ അങ്ങനെ ഒരു എക്സ്ട്രാ വേരിയബിൾ ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ എക്സ് എന്ന വേരിയബിൾ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന വേരിയബിൾ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. മാക്സിമം വാല്യൂ കിട്ടുന്നതിന്റെ ഇൻഡെക്സ് വാല്യൂ ആണ് എക്സിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് റെഫറൻസിങ് അറേ എലമെന്റ്സിൽ നമ്മൾ പറയുന്നത്. അതിൽ വേർഷൻ 2 ആണ് മോർ എഫിഷ്യന്റ് അൽഗോരിതം. വേർഷൻ 1-നേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതം വേർഷൻ 2 എന്നുള്ള പ്രോഗ്രാം കോഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഎഫിഷ്യൻസി ഡ്യൂ ടു ലേറ്റ് ടെർമിനേഷൻ. ഇതിലും 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിളിൽ അസെൻഡിംഗ്ലി സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേയിൽ ഒരു എലമെന്റിനെ സെർച്ച് ചെയ്യുന്നു. ലീനിയർ സെർച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ലീനിയർ സെർച്ചിൽ എന്താ ചെയ്യാ? ഒരു എലമെന്റിനെ ചെക്ക് ചെയ്യും. ഇപ്പൊ 1, 2, 3 അങ്ങനെ കുറച്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ 1-നെ ചെക്ക് ചെയ്യും, ദെൻ 2 ചെക്ക് ചെയ്യും, ദെൻ 3 ചെക്ക് ചെയ്യും. അങ്ങനെ ലീനിയർ സെർച്ചിൽ ഓരോ എലമെന്റ്സിനെയും ചെക്ക് ചെയ്തിട്ട് പോകും. 0 മുതൽ അപ് ടു ദ എൻഡ് വരെ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മുടെ എലമെന്റ് അവിടെ പ്രസന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് പോരാം. 2 ആണ് നമുക്ക് വേണ്ട എലമെന്റ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി അങ്ങോട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എലമെന്റ് എവിടെയാണോ പ്രസന്റ് ആയിട്ടുള്ളത് അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത് പോരാം. അല്ല എന്നുണ്ടെങ്കിൽ എൻഡ് വരെ നമ്മൾ സെർച്ച് ചെയ്യും. ഇങ്ങനെയാണ് ലീനിയർ സെർച്ച് ചെയ്യാറുള്ളത്. പക്ഷെ അതൊരു സോർട്ടഡ് അറേയിലാവുമ്പോൾ നമ്മുടെ എലമെന്റ്സിനേക്കാൾ ഗ്രേറ്റർ ആയ വാല്യൂസ് ഒന്നും അവിടെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രോഗ്രാം വെറുതെ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ വാല്യൂ കിട്ടിയതിന് ശേഷമുള്ള ഈ കമ്പാരിസൺ ഇവിടെ വെറും വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് ഉണ്ടാവരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അതിൽ ഈ ലീനിയർ സെർച്ച്, സോർട്ടഡ് ലിസ്റ്റ്, ബബിൾ സോർട്ട് ഇതൊക്കെ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ പഠിക്കും. ദെൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസയേർഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ. നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് കണ്ടീഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്ക് ആ പ്രോഗ്രാം ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാം. സംടൈംസ് ദ ലൂപ്സ് ക്യാൻ ബി ടെർമിനേറ്റഡ് ഏർലി. നമുക്ക് ഒരു ലൂപ്പ് നേരത്തെ തന്നെ ടെർമിനേറ്റ് ചെയ്യാം ഇഫ് ദ ഡിസയേർഡ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് ആർ മെറ്റ്. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് കണ്ടീഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് സേവ്സ് എ ലോട്ട് ഓഫ് അൺഫ്രൂട്ട്ഫുൾ എക്സിക്യൂഷൻ. ഇതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ എക്സിക്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ട് നിങ്ങൾ പഠിക്കാതെ നമുക്കത് മനസ്സിലാവില്ല. നെക്സ്റ്റ്, ട്രേഡിംഗ് സ്റ്റോറേജ് ഫോർ എഫിഷ്യന്റ് ഗെയിൻ. എ ട്രേഡ് ബിറ്റ്വീൻ സ്റ്റോറേജ് ആൻഡ് എഫിഷ്യൻസി ഈസ് ഓഫൺ used to improve the performance of an algorithm.
സ്റ്റോറേജിനും എഫിഷ്യൻസിക്കും ഇടയിലുള്ള ഒരു ട്രേഡ് എന്നത് അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. One strategy for speeding up the execution of an algorithm is to implement it using the least number of loops. എക്സിക്യൂഷൻ ഫാസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് അൽഗോരിതത്തില് ലൂപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൂപ്സ് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത്ര മാത്രം മനസ്സിലാക്കുക. എക്സിക്യൂഷൻ ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൽഗോരിതത്തിൽ നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത്. ഓരോ ലൂപ്പിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബ് ആ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യാനുണ്ടാവും. ഈ സ്പെസിഫിക് ജോബ്സ് പ്രോഗ്രാമിൽ പെർഫോം ചെയ്തിട്ടാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തതൊന്ന് എന്താണെന്ന് നോക്കാം. നമുക്ക് എന്താണ് പ്രോബ്ലം സോൾവിങ് എന്ന് നമ്മൾ നോക്കി. പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ എന്താണ് പ്രോഗ്രാം, എന്താണ് ഒരു സോഫ്റ്റ്വെയർ, എന്താണ് ഹാർഡ്വെയർ എന്ന് നമ്മൾ പഠിച്ചു. സോഫ്റ്റ്വെയർ എല്ലാ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും നമ്മൾ പറയുന്നതാണ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ഫിസിക്കൽ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഴ്സ് പ്രോഗ്രാം എന്ത്, ഒബ്ജക്ട് പ്രോഗ്രാം എന്ത് എന്ന് നമ്മൾ ദെൻ ഈ സോഴ്സ് പ്രോഗ്രാമിൽ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ. ഇങ്ങനെ ഈ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്, അതിന്റെ സ്റ്റെപ്സ്, ദെൻ യൂസിങ് കമ്പ്യൂട്ടർ ആസ് എ പ്രോബ്ലം സോൾവിംഗ് ടൂൾസ്, അതിലുള്ള സ്റ്റെപ്സ്, ഡിസൈനിങ് ഓഫ് അൽഗോരിതം ഡിസൈൻ ചെയ്യുമ്പോൾ അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ് നോക്കിയിരുന്നു. അതിലുള്ള ക്രൈറ്റീരിയ, നമ്മൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ, അൽഗോരിതം എങ്ങനെ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യാം, അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്താണെന്ന് നോക്കി. ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് പ്രോഗ്രാമിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുന്നതിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ അനാലിസിസ് ഓഫ് അൽഗോരിതം എഫിഷ്യൻസി, അതിൽ വരുന്ന കുറച്ച് ടേംസും ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.